കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ്. നമുക്ക് പ്ലം കേക്കിന്റെ റെസിപ്പി നോക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഷുഗർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് റം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ക്യാപ്റ്റൻ മോർഗന്റെ റമ്മാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം. റം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പ്ലം കേക്ക് ആണല്ലോ, ആ ഒരു സ്മെല്ലും ഫ്ലേവറിനൊക്കെ വേണ്ടിയാണ് റം ഒഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഇവിടെ ഇത്രയാണ് ആകെ എടുത്തിട്ടുള്ളൂ. റം ഒഴിച്ചു കൊടുക്കാണേ. ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതായത് ഞാനിപ്പോ ഇവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്, കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, റേസിൻസ് എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സുകളും നമുക്കതിനകത്ത് ഈ ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തിടാവേ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഈ കാരമൽ സിറപ്പിലും ഈ റമ്മിലൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് ഒന്ന് വരട്ടെ. അപ്പൊ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുക. ഇത് ചൂടാറുമാരെ വയ്ക്കും. നമ്മളിവിടെ ഒരു 250 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എഗ്ഗ് പൊടിച്ച് വെച്ച് കൊടുക്കാം. ഞാനൊരു 4 എടുക്കണ്ടേ. ഞാനിവിടെ ഒരു 2 കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബട്ടറും എഗ്ഗും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായും കറുകപ്പട്ടയും ജാതിക്കായും ഒന്ന് പൊടിച്ചെടുക്കാവേ. നമ്മുടെ ഒരു അരിപ്പയിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു. നമ്മളിനി നേരത്തെ പൊടിച്ചു വെച്ച നമ്മുടെ സ്പൈസസ് ഇതിനകത്തേക്ക് ഇട്ടു. നമുക്ക് ഇനി ഇത് നന്നായിട്ട് അയച്ചെടുക്കാം. നമ്മുടെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ നേരത്തെ സോക്ക് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ പയ്യെ ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമ്മളിപ്പോ 2 എണ്ണം ആയതുകൊണ്ട് നമുക്ക് ഹാഫ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇതിന്റെ എയർ നന്നായിട്ട് തട്ടി കളയാം. കുറച്ച് കാഷ്യൂസ് മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എയർ ഫ്രയറിലാണ് വെക്കണേ. അപ്പൊ നമുക്ക് എയർ ഫ്രയറിൽ നമ്മുടെ കേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പ്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നമുക്ക് നമ്മുടെ പ്ലം ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിക്കേ, എങ്ങനെയുണ്ട്? നൈസാണോ?